ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രജിത്ത്. വീണ്ടും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആൻറ്റിക് ടോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനലിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തരുന്ന ഇൻഫർമേഷൻസ് അത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ അല്ല ഞാൻ തരാറുള്ളത്. ഒത്തിരിയും നമുക്ക് ചാനൽസ് ഉണ്ട് ഈ കോയിൻസിനെ കുറിച്ച്. അതിനകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. വില ചെറിയ 1 രൂപ പോലും കിട്ടാത്ത കോയിൻസിന് ലക്ഷക്കണക്കിന് രൂപ എന്ന് പറഞ്ഞിട്ട് അവർക്ക് നമ്പരും കൊടുത്ത് നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ അവർ പറയും ഇത് രജിസ്റ്റർ ചെയ്യണം, ഇത്ര രൂപ നിങ്ങളുടെ കോയിൻസിൻ്റെ ഫോട്ടോസ് അയച്ചാന്ന് പറയും. നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കും. അന്നേരം അവർ പറയും ഇതിന് ലക്ഷങ്ങളും കോടികളും വിലയുള്ള കോയിൻസ് ആണെന്ന് പറയും. അപ്പം നമ്മുടെ മനസ്സിലൊരു എന്താവും, നമുക്ക് ഒരു വിറ്റ് കിട്ടുമ്പോൾ നല്ല കാശ് കിട്ടുമല്ലോ എന്നുള്ള ഒരു ഇതാവും. അങ്ങനെ നമ്മളെന്ത് ചെയ്യും, ആദ്യം നമ്മളെന്ത് ചെയ്യുമെന്നറിയാമോ, നമ്മളത് പൈസ അവർ ചോദിക്കുന്നത് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ രജിസ്ട്രേഷൻ ഫീസ് എന്നും പറഞ്ഞ് നമ്മൾ കുറച്ച് പൈസ അവർക്ക് അയച്ചു കൊടുക്കും. അത് അയച്ചു കൊടുത്തു കഴിഞ്ഞ് രജിസ്ട്രേഷൻ കഴിഞ്ഞെന്നും പറയും. ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കോയിൻസ് ഇത്ര രൂപയുണ്ട്, അപ്പം ഞങ്ങളിപ്പോൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയും. പൈസ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് വെയിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ അക്കൗണ്ട് നമ്പരും എല്ലാം കൊടുക്കാമെന്ന് പറയും. അക്കൗണ്ട് നമ്പരെല്ലാം കൊടുക്കും. അവർ പൈസ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫേക്കായിട്ടുള്ള ഒരിത് കാണിക്കും. എന്നിട്ട് കഴിയുമ്പോൾ അത് സ്റ്റോപ്പായി നിൽക്കുവാണ്. അതിൻ്റെ പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനൊരു ടാക്സ് ഉണ്ട്, ആ ടാക്സ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ നിങ്ങളോട് പറയും ആ ടാക്സ് പേയ്മെൻറ്റ് 4,000 രൂപയോ 5,000 രൂപയോ അവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പറയും, അത് പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പം നമ്മുടെ പൈസ വന്ന് നിൽക്കുക, നമുക്ക് തോന്നുന്നു നമ്മൾ പൈസ വന്ന് നിൽക്കുവാണെന്നാണ് തോന്നുന്നത്. ആ പൈസ വന്ന് നിൽക്കുക, അത് എടുക്കണം. 5,000 രൂപ പോയാലും വേണ്ടിയില്ല, കോടിക്കണക്കിന് രൂപയല്ലേ കിട്ടുന്നത്. അപ്പം എന്ത് ചെയ്യും, വീണ്ടും അവന് പൈസ അയച്ചു കൊടുക്കും. ആ പൈസ അവൻ്റെ കയ്യിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യും, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഫോണും ഡിസ്കണക്ട് ചെയ്യും, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും, ആ മൊബൈൽ നമ്പരും എല്ലാം കളയും. അതോടുകൂടി നമ്മുടെ ആ പൈസ അങ്ങ് പോകും. മനസ്സിലായോ? അപ്പം എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ദൈവത്തെ ഓർത്ത് പറയുവാണ്, ഒരു കാര്യം മനസ്സിലാക്കണം. കോയിൻ വിൽക്കാൻ നമ്മൾ കോയിൻ വാല്യുബിൾ ആണോ നിങ്ങൾ വീഡിയോ കാണുക. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇന്ന കാര്യത്തിന് ഇന്ന മൂല്യം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ചുമ്മാ ഒരു കെണിയിൽ ചെന്ന് പെടരുത്. അതുകൊണ്ട് ആദ്യം അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്ത് വെച്ച് അത് നോക്കി നിങ്ങൾക്കത് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എക്സിബിഷൻ വരുമ്പം ഞാൻ അതിനകത്ത് നിങ്ങളോട് പറയും, എക്സിബിഷൻ ഇങ്ങനത്ത് വരുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നതിന് അവിടെ പോയിട്ട് നിങ്ങൾ അവിടെ നേരിട്ട് നിങ്ങളത് സെയിൽ ചെയ്യുക. അല്ലാതെ ഓൺലൈനിൽ ഒരിക്കലും നിങ്ങൾക്ക് കോയിൻ സെയിൽ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എത്ര ഇത് പറഞ്ഞാലും അങ്ങനെയാണെങ്കിൽ ഞാൻ ഓൺലൈനിൽ സെയിൽ ചെയ്യത്തില്ലേ? എനിക്ക് ചെയ്യരുതോ? എൻ്റെ കയ്യിലും കോയിൻസ് കളക്ഷൻസൊക്കെ ഉണ്ട് ഒത്തിരി. ഇപ്പോൾ എനിക്ക് ചെയ്യരുതോ ഡയറക്റ്റ്? എന്താ ഞാൻ പറയുന്നത്, എക്സിബിഷനിൽ പോയി ചെയ്യണമെന്ന് പറയുന്നത് എന്താ? എനിക്ക് പറയാം, എനിക്ക് നമ്പർ തന്നിട്ട് പറയാം, എനിക്ക് ഇത്ര രൂപ അയച്ചതാ, ഞാൻ ചെയ്തു തരാമെന്ന് പറയാം. അങ്ങനെ പറ്റുമോ? അല്ല. കോയിൻ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും, നിങ്ങൾക്ക് വിലയും കിട്ടും. പക്ഷേ അത് നിങ്ങൾക്ക് ഓൺലൈനിലോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചോ അല്ലെങ്കിൽ കോയിൻസ് ഒരിക്കലും സെയിൽ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കോയിൻ സെയിൽ ചെയ്യാൻ പറ്റുന്നത് എക്സിബിഷനിലോ അങ്ങനത്തെ ഏതെങ്കിലും നേരിട്ട് ചെന്ന് സെയിൽ ചെയ്ത് അതിൻ്റെ അമൗണ്ട് മേടിക്കുക. അതാണ് കറക്റ്റായിട്ടുള്ള കാര്യം. അത് കറക്റ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോയിൻ എടുത്ത് കൈ വെച്ചുകൊണ്ട് അതിന് ഇത്ര ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കളക്ട് ചെയ്യുക. ആദ്യം നിങ്ങൾ കോയിൻ കളക്ഷൻ തുടങ്ങുക. ഓരോ കോയിൻ ചിലപ്പം ചില കോയിൻസ് ഉണ്ട് അതിനിപ്പോൾ വാല്യൂ കാണത്തില്ല, പിന്നീട് അതിന് വാല്യൂ ആവും.
അപ്പോൾ നിങ്ങളത് കളക്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് സൂക്ഷിക്കുക. ഒരു ആൽബം ഉണ്ടാക്കി അത് സൂക്ഷിക്കുക. നമുക്ക് ഇന്ന് ചിലപ്പം അതിന് വാല്യൂ ഇല്ലെങ്കിൽ നാളെ അതിന് വാല്യൂ വരുമ്പോൾ നിങ്ങൾക്ക് വിൽക്കാം. നിങ്ങളിത് കളക്ട് ചെയ്ത് വെക്കുക. നമ്മൾ ബാങ്കിലേക്ക് പൈസ ആയി ഇപ്പം ഈ 10,000 രൂപ വെച്ച് ഡിപ്പോസിറ്റ് ചെയ്യും. അതിനൊരു കാലാവധിയില്ലേ, ആ കാലാവധി കഴിയുമ്പോഴല്ലേ നമുക്കൊരു തുകയായിട്ട് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെയാണ് കോയിൻ കളക്ഷനും. കോയിൻ കളക്ട് ചെയ്ത് വെക്കുക നിങ്ങളുടെ കയ്യിൽ. അതിൻ്റെ വാല്യൂസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. വാല്യൂസ് കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് വിൽക്കാം. അത് 10 പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പീസ് നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ നിങ്ങളുടെ കളക്ഷന് വെച്ചിട്ട് ബാക്കി നിങ്ങൾ വിറ്റു. അതാണ് കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ വല്ലവരും പറയുന്നത് നമ്മളുള്ള കയ്യിലിരിക്കുന്ന കാശും കൂടെ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പലരും ഇങ്ങനെ പറയും. ഇപ്പോൾ ഞാൻ പലരും ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇതുപോലൊക്കെ ഇന്ന പൈസ കൊടുത്തു അവിടെ കൊടുത്തു. നിങ്ങൾ കൊടുക്കുന്ന എന്തിനാ? നിങ്ങൾക്ക് ഉറപ്പില്ലാത്തടത്ത് നിങ്ങൾ എന്തിനാ കാശ് കൊണ്ട് കൊടുക്കുന്നത്? അതേ ഉള്ളൂ എൻ്റെ ചോദ്യം. അപ്പം കാശ് എങ്ങനെ കൊടുക്കാതിരിക്കുക? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, അതിനകത്ത് നിങ്ങൾ ചോദിക്കുക. അന്നേരം എൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, എനിക്ക് മെസ്സേജ് ചെയ്യാം. അപ്പം ഞാൻ എക്സിബിഷൻസ് ഒക്കെ വരാറുണ്ട്. നമ്മൾക്ക് എല്ലാ ജില്ലയിലും മിക്കവാറും നമ്മുടെ കേരളത്തിൽ തന്നെ വരാറുണ്ട് ചില സമയത്ത്. ആ സമയത്ത് ഞാൻ ഇൻഫോം ചെയ്യുമ്പോൾ നിങ്ങൾ പോയി നേരിട്ട് പോകുക. അവിടെ നമുക്ക് പോകാനും വലിയ ദൂരങ്ങളൊന്നും ഇല്ലല്ലേ. ഇവിടെ ജില്ലയ്ക്കകത്ത് പോകുന്നതിന് ഇത്ര ടൈമല്ലേ എടുക്കത്തുള്ളൂ. കുറേ സമയം എടുത്ത് പോയിട്ട് എക്സിബിഷൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾക്ക് കുറേ കോയിൻസ് കാണാൻ പറ്റും. കുറേ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വല്ല കോയിൻസ് ഇഷ്ടപ്പെടാമെന്ന് മേടിക്കുകയും ചെയ്യാം. നിങ്ങളുടെ എക്സിബിഷനിൽ നിന്ന് നിങ്ങളുടെ കളക്ഷനിലേക്ക് നിങ്ങൾക്ക് മേടിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ സൂക്ഷിക്കാൻ, അങ്ങനെ ആരും പറയുന്നത് കേട്ട് എങ്ങും കാശും ഒന്നും ഇൻവെസ്റ്റ് ചെയ്ത് കോയിൻ കളക്ഷന് ആരും രജിസ്ട്രേഷൻ ഫീസും ഒന്നുമില്ല. നിങ്ങൾക്ക് നേരിട്ട് വിൽക്കാം സാധനം. അല്ലാതെ ആരുടെയും ഓൺലൈനിൽ പോയി തലയിട്ട് കൊടുക്കരുത്. അപ്പോൾ ശരി. അപ്പം ഇത് ഞാൻ പറയാൻ കാരണം നമുക്ക് കുറേ ഇങ്ങനത്തെ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇന്നലെ നമ്മൾ ഇൻ്റർനാഷണൽ മീൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇൻ്റർനാഷണൽ കോയിൻസ് ഞാൻ പറയാം പതുക്കെ. നമുക്ക് ആദ്യം ഇന്ത്യൻ കോയിൻസിനെ കുറിച്ച് തന്നെ നമുക്ക് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇന്ത്യൻ കോയിൻസും നോട്ട്സും. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വന്നത് 10 രൂപയുടെ 2 നോട്ടാണ്. 10 രൂപയുടെ 2 നോട്ട്. ആ നോട്ട് നമുക്ക് എന്തോ വാല്യൂ വരുന്നെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ എവിടെന്നെങ്കിലും കയ്യിൽ കിട്ടുവാണെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുക. അതിൻ്റെ വാല്യൂ കൂടാനുള്ള സാധ്യതകളുള്ള ഒരു നോട്ടാണ്. ആദ്യത്തെ ഞാൻ നോട്ട് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇതാണ്ട് ഈ കാണുന്ന നോട്ടാണ്. ഇത് 10 രൂപയുടെ നോട്ടാണ്. ഇത് സൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സൈൻ ചെയ്തേക്കുന്നത് CD ദേശ്മുഖ് എന്ന് പറയുന്ന ആൾ സൈൻ ചെയ്ത ഒരു നോട്ടാണ്. CD ദേശ്മുഖ് എന്ന് പറയുന്ന ആൾ സൈൻ ചെയ്ത നോട്ടാണ് ഈ കാണുന്നത്. ഓക്കെ. ഇതിന് ഇപ്പം വരുന്ന മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 5,000 രൂപ തൊട്ട് 35,000 രൂപ വരെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ്. ആര് സൈൻ ചെയ്ത? CD ദേശ്മുഖ് സൈൻ ചെയ്ത് പഴയ 10 രൂപ നോട്ട്. അതിൻ്റെ വാല്യൂ ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അതിൻ്റെ വാല്യൂ ഇപ്പോഴത്തെ ഇതിൽ 5,000 രൂപ തൊട്ട് 35,000 രൂപയാണ്. അടുത്ത ഒരു നോട്ട് ഞാൻ കാണിക്കുന്നത് ഇത് PC ഭട്ടാചാര്യ എന്ന് പറയുന്ന ആൾ സൈൻ ചെയ്ത ഒരു 10 രൂപയുടെ നോട്ടാണ്. PC ഭട്ടാചാര്യ സൈൻ ചെയ്ത 10 രൂപ നോട്ടാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. അപ്പം അതിൻ്റെ വാല്യൂ വരുന്നത് ഇപ്പോഴത്തെ കറൻസി റേറ്റ് അനുസരിച്ച് ഇപ്പം ഇതിൻ്റെ വാല്യൂ 300 രൂപ തൊട്ട് 800 രൂപ വരെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ വാല്യൂ അനുസരിച്ച് ഇതിന് കിട്ടുന്നത് 300 രൂപ തൊട്ട് 800 രൂപയാണ്. PC ഭട്ടാചാര്യ സൈൻ ചെയ്ത് 10 രൂപയുടെ നോട്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞേ. ഒന്ന് ഫസ്റ്റ് CD ദേശ്മുഖ് ചെയ്തത്, അതിന് 5,000 രൂപ തൊട്ട് 35,000 രൂപ വരെ വില വരുന്നുണ്ട്. രണ്ടാമത്തെ നോട്ട് PC ഭട്ടാചാര്യ സൈൻ ചെയ്ത നോട്ട്, പഴയ നോട്ട്, അതിൻ്റെ വില വരുന്നത് 300 തൊട്ട് 800 രൂപയാണ്.
എല്ലാവർക്കും നോട്ട് ചെയ്ത് വെക്കുക. ആരെങ്കിലും കൈ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും വാല്യൂ ഉണ്ട്. ഇനി ഇത് റേറ്റ് കൂടാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ ഈ സി ഡി ദേശ്മുഖിൻ്റെ നോട്ടിന് വില കൂടും, പിന്നെയും ഇങ്ങോട്ട് കറൻസി ഇതാവുന്നതാണ്. പക്ഷേ സൂക്ഷിക്കുന്ന നിങ്ങൾ നോട്ട്, വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കളക്ട് ചെയ്യുന്ന നോട്ടുകൾ നല്ല കണ്ടീഷനിൽ വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മടക്കി ഒന്നും വെക്കരുത്. നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആക്കി UNC കണ്ടീഷനിൽ തന്നെ ഇരിക്കണം. എന്നാലേ നിങ്ങൾക്ക് വില കിട്ടത്തുള്ളൂ. അല്ലാതെ എങ്ങനെയും ചുറ്റിപ്പൂട്ടി ഒരു നോട്ട് കൊണ്ട് കൊടുത്തെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വില കിട്ടത്തില്ല. അതിനെ അത് ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം ഇന്നത്തെ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. നിങ്ങൾക്ക് 2 നോട്ടിനെ പരിചയപ്പെടുത്തി. അതുപോലെ ആരുടെയും വാക്ക് കേട്ടൊന്നും ചെന്ന് ഒരു കുരുക്കിൽ ചാടരുത്. അപ്പം ഇവിടെ വെച്ച് ഞാൻ എൻ്റെ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. നമസ്കാരം.